വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള സമരം മുഴുവൻ ജനങ്ങളും ഐക്യപ്പെടുവാൻ ഇമാം കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് നദീർ മൗലവി ആഹ്വാനം ചെയ്തു. ഈരാറ്റുപേട്ടയിൽ 51 മണിക്കൂർ രാപ്പകൽ കർഷക സ്വരാജ് ഐക്യദാർഢ്യ ഉപവാസത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളരിക്കുണ്ട് അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് ഈരാറ്റുപേട്ടയിൽ 19-ന് ആരംഭിച്ച് 51 മണിക്കൂർ രാപ്പകൽ ഉപവാസത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷെവ VC സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഐക്യദാർഢ്യ സമിതി കൺവീനർ ബേബി പേണ്ടാനം അധ്യക്ഷത വഹിച്ചു. VM അബ്ദുള്ള ഖാൻ, അഡ്വക്കേറ്റ് അനീഷ് ലൂക്കോസ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൽ, ജോൺസൺ പാറയ്ക്കൽ, ടോമിച്ചൻ ഐക്കര, ജോഷി താന്നിക്കൽ, അപ്പച്ചൻ തെള്ളിയിൽ, റെജി വാളിപ്ലാക്കൽ, സൂജി മാസ്റ്റർ തുടങ്ങിയവരും പ്രസംഗിച്ചു. കേരള ജൈവ കർഷക സമിതി, ഹരിതം റെസിഡൻസ് അസോസിയേഷൻ, ഫെയ്സ് ഈരാറ്റുപേട്ട തുടങ്ങിയ സംഘടനകൾ സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു. 51 മണിക്കൂർ സത്യാഗ്രഹമനുഷ്ഠിച്ച റോജർ സെബാസ്റ്റ്യന് 102 വയസ്സുള്ള കർഷക നേതാവ് സ്കറിയാസ് തൊലിപ്പാറ നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു. i4A ന്യൂസ്, പാലാ.